പോയോ? പിണങ്ങിയേക്കുവാണോ? എന്തിനാ പിണങ്ങിയത്? അയ്യോ പാവം, നീ എന്തിനാ അവളെ കളിയാക്കിയത്? മക്കളെ അങ്ങനെ ഒറ്റയും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരാൾക്ക് അയാളെ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലേ പിന്നെ അയാളൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലല്ലോ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ കസിൻസ് അല്ലേ, അപ്പൊ പരസ്പരം അങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല കേട്ടോ. ആ അതൊക്കെ പോട്ടെ, സാരില്ല. ഇനി നാളെ അവളെ കണ്ടാലേ നന്നായി സംസാരിച്ചാ മതി കേട്ടോ. ഇനി കുട്ടാപ്പീനെ തന്നെ ഞാൻ അവനെടുത്തിട്ട് അവിടെ ബെഡ്റൂമിൽ കിടത്തിട്ട് നീ പോയിട്ട് കിടന്നുറങ്ങ്. മോളെ പൈങ്കിളി, എണീച്ചേ, എണീക്ക് മോളെ പെട്ടെന്ന്. കുറച്ചും കൂടി ഉറങ്ങട്ടെ പ്ലീസ്. എടി സമയം എത്രയായിന്നാ നിന്റെ വിചാരം? 6 മണി കഴിഞ്ഞ്, ഇതുവരെ എണീക്കുന്നില്ലേ? പെട്ടെന്ന് എണീച്ചിട്ട് റെഡി ആവ്, സ്കൂളിലേക്ക് പോകാൻ നോക്ക്. എന്തുവാ അമ്മേ, 6 മണി ആയതല്ലേ ഉള്ളൂ, 10 മണിക്കല്ലേ സ്കൂള്, കുറച്ചും കൂടി ഉറങ്ങട്ടെ പ്ലീസ് അമ്മ. എടി നീ എനിക്കില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വെള്ളം കൊണ്ടുവന്ന് നോക്കൂട്ടോ. ആ ശരി അമ്മേ, കുറച്ചും കൂടി ഉറങ്ങട്ടെ. എടി നമുക്കൊന്ന് ചേച്ചിന്റെ വീട് വരെ പോകണം, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവാം. അതുകൊണ്ടാ പെട്ടെന്ന് എനിക്കാൻ പറയുന്നത്. അമ്മേ ഫുഡ് റെഡി ആയോ? ആ മക്കളെ ഇപ്പൊ കൊണ്ടുവരാ. ഇതെന്തോ അമ്മേ, ഇന്ന് ഉപ്പുമാവാണോ? ഇന്നലെ ഇല്ലേ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, അതുകൊണ്ടേ മക്കളെ ഇന്ന് ഉപ്പുമാവ് കഴിച്ചോട്ടോ. ഇന്ന് അമ്മ ഉപ്പുമാവേ ഉണ്ടാക്കിയോളൂ. എനിക്ക് വേണ്ട ഉപ്പുമാവ്, അമ്മ തന്നെ കഴിച്ചോ. അത് നീ ഇപ്പൊ നിന്നെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് വേണ്ട അമ്മ ഉപ്പുമാവ്, എനിക്ക് ഉപ്പുമാവ് കഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ നിനക്ക് കഴിക്കാൻ തോന്നാത്തത്? നോക്കട്ടെ നിനക്ക് കഴിക്കാൻ പറ്റോ ഇല്ലയോ എന്ന് ഞാൻ കാണട്ടെ. ദേഷ്യപ്പെടാൻ മാത്രം എന്തിരിക്കുന്നു? അല്ലെങ്കിൽ നിനക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഇതെന്താ പറ്റിയേ? അറിയില്ലമ്മേ, എനിക്കിപ്പോഴല്ലേ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നമ്മേ. മക്കൾ നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടിയോളില്ലേ ദേഷ്യപ്പെടാനേ പാടില്ല. നല്ല കുട്ടിയോളെ ഒരിക്കലും ദേഷ്യപ്പെടില്ല, ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. എന്താണെന്നറിയില്ലമ്മേ, എനിക്ക് എല്ലാവരോടും ദേഷ്യം വരുന്നു. അപ്പൊ ആരോടും കുട്ടാപ്പിനോടൊക്കെ ഞാൻ വെറുതെ ദേഷ്യപ്പെടുവാ അമ്മേ. ഇനി മക്കൾക്ക് ദേഷ്യം വരുവാണല്ലേ മക്കളെ 1 മുതൽ 10 വരെ എണ്ണണം കേട്ടോ. അപ്പൊ ഈ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ പമ്പ എടുക്കും. ശരി അമ്മേ, ഞാനിനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ബസ്സിന് ഇനി കുറേ സമയമില്ലേ മക്കളെ? അതുമല്ല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും, ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും. നമുക്കേ ഓട്ടോ കിട്ടുന്നുണ്ടോ നോക്കാം, ഓട്ടോയിൽ പോവാട്ടോ. ശരി അമ്മേ. കള്ളൻ കള്ളൻ പിടിയവനെ കള്ളൻ. നിക്കണോ ഇവിടെ, രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിച്ചാ? വാടോ ഇവിടെ, താൻ എവിടേക്കാ രക്ഷപ്പെട്ടു പോവാൻ വിചാരിച്ചേ? താങ്ക് യു മേഡം, കള്ളനെ പിടിക്കാൻ സഹായിച്ചതിന് താങ്ക് യു. അത് സാരമില്ല, അങ്ങനൊന്നുമില്ല. ഓ ഇതാണല്ലേ കുഞ്ഞാപ്പൂന്റെ കൊച്ചാപ്പ. നമുക്ക് ഓട്ടോയില് പിന്നെ കയറാം, നീ വാ എന്റെ പിന്നാലെ വന്ന്. അയ്യോ, ഇനി താൻ എങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാലുണ്ടല്ലോ തന്റെ പൊടി പോലും കാണില്ല. ഇനി താനെ കുറച്ചു ദിവസം ഇവിടെ അകത്ത് കിടന്നോട്ടോ. അയ്യോ സാറേ എന്നൊന്നും ചെയ്യില്ല സാറേ, അയ്യോ സാറേ എന്നൊന്നും ചെയ്യില്ല സാറേ, എന്നെ വിടണേ സാറേ. ഞാൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എടോ താൻ അതിനകത്ത് കിടന്നേ കുറെ ഷോ ഒന്നും കാണിക്കണ്ട കേട്ടല്ലോ. ഞാനൊന്നും കാണിക്കുന്നില്ല മാഡം, ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ മാഡം. കോൺസ്റ്റബിൾ അവനെ നന്നായിട്ടൊന്ന് പെരുമാറ്, അതിന്റെ ഒരു കുറവ് അവന് കാണുന്നുണ്ട്. യെസ് സർ. തനിക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ. താനേ കുറെ ചിരിക്കൊന്നും വേണ്ട, താൻ ഇനി ജീവിതകാലം മുഴുവനും ഈ അഴിക്കുള്ളിലായിരിക്കും കേട്ടല്ലോ. അത് സാറിന്റെ സ്വപ്നം മാത്രമായിരിക്കും. ഞാൻ നോക്കിക്കോ എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന്. ഇനി സാറന്മാര് വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഓ കള്ളൻ ഇവിടെയാണോ? എന്തുവാ മേഡം, എന്നെ കാണാൻ വന്നതാണോ? എന്താ കഴിക്കാൻ എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ നിനക്ക് സ്നാക്സ് വേണമായിരിക്കും അല്ലേ? നിന്റെ കുടുംബക്കാരിപ്പൊ കൊണ്ടുവരും, കാത്തിരുന്നോട്ടോ. ഓ പിന്നെ എന്താ എന്റെ കുടുംബക്കാരൻ എന്താ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പു വിശേഷം, സുഖാണോ? സുഖം കൊച്ച, സുഖം. എടാ കുഞ്ഞാപ്പു
കിട്ടിയ കള്ളന്മാരോടൊന്നും സംസാരിക്കല്ലേ. ഓ, അവൻ എന്നോട് സംസാരിച്ചതെന്താ? ആ, നിങ്ങൾക്ക് എന്നെ പേടിയാണല്ലോ അല്ലേ? നിന്നെ ഞങ്ങൾ എന്തിനു പേടിക്കണം? കിട്ടിയ കള്ളന്മാരൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. ആ, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്നെ കാണാനേ പുതിയ ആൾക്കാരൊക്കെ വന്നു അല്ലേ? അപ്പൊ ഞാൻ വലിയ ഫേമസ് ആയി കാണും അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. ലതേച്ചി, ഞമ്മക്ക് ഇവിടെ നിന്നാ ശരിയായില്ല ലതേച്ചി. ഞമ്മക്ക് പോവാ. ഇവിടെ നിന്നാലേ തല പേർക്ക് അല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. അന്ത ഭയം ഇരിക്കണം. എടോ കുഞ്ഞാപ്പൂ, നിനക്ക് ഒരു അനിയത്തിയുള്ള കാര്യമൊന്നും നീ പറഞ്ഞില്ലായിരുന്നല്ലോ. ആര്? ഇവളോ? ഇവളെന്റെ അനിയത്തിയൊന്നല്ല. ഇവളെ എന്റെ ഒന്നിച്ച് പഠിക്കുന്ന എന്റെ ഫ്രണ്ടാ. കുട്ടിയോളെ, നിങ്ങൾ എന്താ ഇവിടെ പോയേ? എന്താ നിങ്ങൾ അമ്മമാരല്ലേ പോയത്? എടോ കുഞ്ഞാപ്പൂ, നില്ലേ. കൊച്ചാപ്പ നിന്നെ ശരി വരട്ടെ. നില്ലേ. എടോ, തനിക്ക് ഈ മുതിർന്നവരോട് കളിക്കുന്ന കളിയൊക്കെ മതി. ആ കുട്ടികളോടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. കളി ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ അല്ലോ സാറേ. കളി കാണാൻ ഇനി എത്ര ബാക്കിയിരിക്കുന്നു.